സ്നേഹപൂർവ്വം പനക്കലച്ചൻ എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പനക്കലച്ചൻ ഇന്ന് നമ്മോടൊപ്പം. അച്ഛനെ ഞങ്ങൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സങ്കീർണങ്ങളായ പ്രശ്നങ്ങളാൽ ജീവിതം നാൽക്കവലകളിൽ വഴിമുട്ടി നിൽക്കുമ്പോൾ സ്വാന്തനമായി പനക്കലച്ചൻ നമ്മോടൊപ്പം. ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തി തങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാൻ അനേകം പേർ ഇമെയിലിലൂടെ ഞങ്ങൾക്ക് കത്തുകൾ അയച്ചിട്ടുണ്ട്. അതിലാദ്യത്തെ കത്ത് ഇപ്പോൾ വായിച്ച് ചർച്ച ചെയ്യുന്നതാണ്. സ്നേഹമുള്ള പനക്കലച്ച, എന്റെ പേര് മാണി, സ്വദേശം കായംകുളം. ഞാൻ സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്നു. 33 വയസ്സായി. എന്റെ അപ്പനും അമ്മയും എനിക്ക് 12 വയസ്സുള്ളപ്പോൾ മരിച്ചുപോയി. എന്റെ അമ്മയുടെ ചേച്ചിയാണ് എന്നെ വളർത്തിയത്. എന്റെ അപ്പന് എനിക്ക് ഭയമായിരുന്നു. എന്റെ അപ്പൻ മദ്യപിച്ചു വന്ന് അമ്മയെയും എന്നെയും തല്ലാറുണ്ടായിരുന്നു. അപ്പൻ വൃത്തികെട്ടവനാണെന്ന് അമ്മ എപ്പോഴും പറയാറുണ്ടായിരുന്നു. മാതാപിതാക്കളുടെ മരണശേഷം അനാഥനായതുകൊണ്ട് പലരും എന്നെ വഞ്ചിച്ചു. അപ്പനിൽ നിന്ന് ലഭിച്ച സ്വത്തിന്റെ 3/4 ഭാഗവും നഷ്ടപ്പെട്ടു. എങ്കിലും എന്റെ അമ്മയുടെ ചേച്ചിയുടെ സഹായത്തോടെ ഞാൻ BSc പാസ്സായി. PSC ടെസ്റ്റ് എഴുതി ജോലി കിട്ടി. ഇപ്പോൾ വിവാഹം കഴിച്ചു. ജോലി കിട്ടിയാൽ സന്തോഷമാകും എന്ന് കരുതിയാണ് ഞാൻ ജീവിച്ചിരുന്നത്. ഇപ്പോൾ അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളാണ്. ഞങ്ങളുടെ വകുപ്പിലെ സൂപ്രണ്ടിന് എന്നോട് വലിയ അസൂയയാണ്. അദ്ദേഹം ജോലികളെല്ലാം എന്റെ തലയിൽ കെട്ടിവെക്കും. ഓഫീസിലെ ബാക്കിയെല്ലാവരും സൂപ്രണ്ടിന്റെ കൂടെ ഒറ്റക്കെട്ടാണ്. അവർ എന്നെ ഒറ്റപ്പെടുത്തുന്നതായി തോന്നുന്നു. ഒരിക്കൽ ഞാൻ പൊട്ടിത്തെറിച്ചുപോയി. സൗന്ദര്യവും പണവുമുള്ളവരെ മാത്രമേ താങ്കൾക്ക് ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ദേഷ്യപ്പെട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ വേണ്ട എന്ന് തോന്നി. ഇതുപോലെ അതിനുശേഷം വീണ്ടും വീണ്ടും ഞാൻ പൊട്ടിത്തെറിക്കുന്നു. ഇത് തുടർന്നാൽ എന്റെ ജോലി പോലും ഭാവിയിൽ നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടുന്നു. വിവാഹം കഴിച്ചിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. ഭാര്യയുമായി പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല. ആർക്കും എന്നെ വേണ്ട, എല്ലാവരും എനിക്കെതിരാണ് എന്ന എന്റെ തോന്നൽ മാറാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ദേഷ്യപ്പെടുന്ന എന്റെ സ്വഭാവം മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മാണി, കായംകുളം. ഇമെയിലൂടെ നൽകിയ ഈ കത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വിരലിച്ചുകൊണ്ടിരിക്കുകയാണ്. മാണിക്ക് 12 വയസ്സ് പ്രായമുള്ളപ്പോൾ മാണി അനാഥനായി തീർന്നു. അപ്പനും അമ്മയും മരിച്ചു. മാണിക്ക് അപ്പനെക്കുറിച്ചുള്ള ഓർമ്മ എന്തെന്ന് ഈ കത്തിൽ തന്നെ പറയുന്നു. അമ്മ കൊടുത്ത കുറച്ച് നിഷേധാത്മകമായ അറിവുകളാണ്. അപ്പൻ സ്നേഹമില്ലാത്തവനാണ്, ക്രൂര സ്വഭാവമുള്ള ആളാണ് എന്നല്ല. അപ്പനും അമ്മയും തമ്മിലുള്ള വഴക്ക്, ഇതിലൂടെയൊക്കെ മാണിക്ക് ലഭിക്കേണ്ടതായ പിതൃസ്നേഹവും മാതൃസ്നേഹവും ലഭിക്കാതെ പോയിട്ടുണ്ട്. അപ്പനും അമ്മയും തമ്മിൽ വഴക്കിലാണെങ്കിൽ കുട്ടികൾക്കുണ്ടാകുന്നത് ഒരു സുരക്ഷിതമില്ലായ്മയാണ്. ആ സുരക്ഷിതമില്ലായ്മ മാണിയെ എപ്രകാരം പിടികൂടിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ പ്രധാനമായും ഒന്ന്, എന്റെ അപ്പനും അമ്മയും എന്നോട് ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് പ്രധാനമായും ആ പ്രായത്തിൽ കുട്ടികൾ ചിന്തിക്കുക അവരുടെ മുമ്പിൽ എനിക്ക് വിലയില്ല എന്നാണ്. അവർക്ക് വിലമതിക്കാൻ തക്കവണ്ണം എന്നിൽ യാതൊന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്റെ കുറ്റം കൊണ്ടാണ് അപ്പനും അമ്മയും എന്നെ സ്നേഹിക്കാത്തത് എന്നാണ് കുട്ടികൾക്ക് അവരുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത.
അപ്പൊ അതിനാൽ ഞാൻ സ്നേഹയോഗ്യനല്ല, എനിക്ക് വിലയില്ല, എന്നെ കാര്യമായിട്ടൊന്നിനും കൊള്ളുകയില്ല. ഇത്തരം ചിന്തകൾ ഈ മാണിയുടെ മനസ്സിൽ ആഴത്തിൽ വേരൂന്നിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അച്ഛൻ പറയുന്നത് മാതാപിതാക്കളുടെ ഈ കലഹം കാരണം മാണിയെ ശ്രദ്ധിക്കാൻ കഴിയാതെ വരുമ്പോൾ ഞാൻ സ്നേഹിക്കപ്പെടാൻ അയോഗ്യനാണ് എന്നൊരു തോന്നൽ മാണിയിൽ ഉണ്ടാകുമെന്നാണ് അച്ഛൻ പറയുന്നത്. അതെ, എനിക്ക് അവരുടെ മുമ്പിൽ ഒരു വിലയില്ല, അവർക്ക് ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് വരെ തോന്നുമെന്ന്. ഒരു കുട്ടി അത് ആഗ്രഹിക്കുന്നത് എന്റെ അപ്പനും അമ്മയും എന്നെ ഒത്തിരി സ്നേഹിക്കണം, വിലമതിക്കണം എന്നാണ്. അവർക്ക് ഞാൻ എപ്പോഴും കണ്ണിലുണ്ണിയാണ്, ഇമ്പോർട്ടന്റ് ആണ് എന്നാണ് കുട്ടിയുടെ മനസ്സിലുണ്ടാകുക. അവനങ്ങനെ ഒരു ബോധം കിട്ടണമെന്ന് അല്ലേ? കുട്ടി എപ്പോഴും അപ്പനും അമ്മയുടെയും ശ്രദ്ധ പിടിച്ചു വെച്ചാൻ വേണ്ടി കരയുന്നതാണ്. കരയുന്നു, അവരെ വഴക്കടിക്കുന്നു, അവരുടെ കുശുത്തരങ്ങളെല്ലാം തന്നെ അപ്പനും അമ്മയും എന്നെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അവരുടെ ശ്രദ്ധാകേന്ദ്രമാണ്. അങ്ങനെ ശ്രദ്ധാകേന്ദ്രമായി തീരേണ്ടതായ മാണി മാതാപിതാക്കളുടെ മുമ്പിൽ ശ്രദ്ധാകേന്ദ്രമേ അല്ല. അപ്പൊ അവർക്ക് ശ്രദ്ധിക്കാനും വിലമതിക്കാനും വേണ്ടി തന്നിലൊന്നും ഇല്ല എന്നുള്ളത് തന്നോട് തന്നെയുള്ള ഒരു വല്ലാത്ത വെറുപ്പ്, തനിക്ക് വിലയില്ല എന്ന ചിന്ത, കഠിനമായ വിധത്തിലുള്ള സ്വയം വെറുപ്പ്, സ്വയം നിന്ന ഈ മാണിയുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് ആ മേഖല മാണിക്ക് സൗഖ്യം കിട്ടേണ്ടതായ ഒരു മേഖലയാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഈ മാതാപിതാക്കന്മാർ മരിക്കുന്നു, പലരും മാണിയെ ചതിക്കുന്നു. ഇതിലൂടെയൊക്കെ അപ്പനും അമ്മയും എന്നെ അവഗണിച്ചു, മാതാക്കന്മാരാണെങ്കിൽ എന്നെ അവഗണിച്ചു. എന്റെ ജീവിതത്തിന്റെ ആരംഭം തന്നെ അവഗണനയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അവഗണനയെ എന്റെ ജീവിതകാലത്ത് എനിക്കുണ്ടായിട്ടുള്ളൂ. അവഗണനയുടെ ഓർമ്മകളെ മാണിയുടെ മനസ്സിലുള്ളൂ. അപ്പോൾ ഈ അവഗണന കൊണ്ട് മാണിയുടെ മനസ്സ്, ആ നൊമ്പരം, ആ മുറിവ്, അവഗണനയുടെ മുറിവ് കൊണ്ട് നിറഞ്ഞതാണ് മാണിയുടെ മനസ്സ്. അപ്പൊ അവഗണനയുടെ മുറിവ് മാണിയുടെ മനസ്സിൽ കിടന്നാൽ പിന്നെ ആരെങ്കിലും ഒരു അവഗണന കൊണ്ട് മാണിയെ തൊട്ടാൽ അപ്പോൾ ആ വേദന ഇരട്ടിയായിരിക്കും. അപ്പോ അടിസ്ഥാനപരമായി ഇപ്പോഴുണ്ടാകുന്ന ഓരോ വേദനകളും മാണിക്ക് മുൻപുണ്ടായിട്ടുണ്ടായ വേദനകളെ ആഴപ്പെടുത്തുമെന്ന് അതാണല്ലോ അച്ഛൻ പറയുന്നത്. ഇപ്പോ ഒരു അതെ, തീർച്ചയായിട്ടും. അതായത് അവഗണന കൊണ്ട് മാണിയുടെ മനസ്സ് മുറിഞ്ഞിട്ടുണ്ട്, മുൻപ് മുറിഞ്ഞു കിടന്നിട്ടുണ്ട്. അതുകൊണ്ട് മാണിയുടെ മനസ്സ് എപ്പോഴും ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന മനസ്സാണ്. അവഗണന കൊണ്ട് എന്റെ മനസ്സ് മുറിയുന്നുണ്ടോ എന്ന്. കാരണം ഇതേ പ്രക്രിയ വീണ്ടും വീണ്ടും വരുന്നോ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് എവിടെ അവഗണനയുണ്ടോ അത് മുഴുവൻ മാണി വാങ്ങിച്ചെടുക്കും. അതെനിക്കെതിരെയാണെന്ന് പറഞ്ഞു അതിലാണ് ശ്രദ്ധിക്കുന്നത്. അവഗണന വന്ന് എന്നെ മുറിക്കുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തി എവിടെ അവഗണനയുണ്ടോ അത് മുഴുവനും വാസ്തവത്തിൽ തന്നിലേക്ക് ആവാഹിക്കും. അതെനിക്കെതിരെയാണ്. അതെ. അപ്പൊ അതാണ് പിന്നീട് വളർന്നു വന്ന് മാണി ഒരു ജോലിയിൽ ആയിരിക്കുമ്പോഴും ഈ അധികാരിയുമായിട്ട് മാണിക്കുണ്ടായിട്ടുള്ള ഒരു പ്രശ്നം. മാണിയുടെ ഉള്ളിൽ അവഗണന കിടക്കുകയാണ്. അതുകൊണ്ട് ഈ അധികാരി എന്തൊക്കെ മാണിയോട് പറയുന്നു അതൊക്കെ മാണി വളരെ വേദനയോടുകൂടി ഏറ്റെടുക്കുന്നു, വേദനയോടുകൂടി പേഴ്സണലായിട്ട് എടുക്കുന്നു. അധികാരി സംസാരിക്കുന്നതൊക്കെ എനിക്കെതിരായിട്ടാണ്, കാരണം ഞാൻ സ്നേഹയോഗ്യനല്ല. അപ്പൊ അധികാരി പറയാണ് നീ ആ ജോലി ചെയ്തില്ലല്ലോ എന്നിപ്പോ അധികാരികൾ ചൂണ്ടിക്കാണിക്കില്ല. അങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ ഒരു സ്നേഹപൂർവ്വമുള്ള ഉപദേശമായിട്ട് സ്വീകരിക്കാൻ മാണിക്ക് കഴിയില്ല എന്നാണ്. സാധിക്കില്ല. തന്നെയല്ല ഇവിടെ നമ്മൾ കാണുന്നൊരു കാര്യം, അധികാരി കൂടുതൽ ജോലികൾ ഈ മാണിയെ ഏൽപ്പിക്കുന്നു. അത് മാണിയിലുള്ള ഒരു വിശ്വാസത്തിന്റെ ഭാഗം കൂടിയാണത്. പക്ഷെ മാണി വിചാരിക്കുന്നത് ഇയാൾ എന്നെ ജോലി ചെയ്യിപ്പിച്ച് കഷ്ടപ്പെടുത്തുകയാണ്. കാരണം എനിക്ക് ഒരിക്കലും മറ്റുള്ളവരിൽ നിന്ന് ഒരു നീതി കിട്ടിയിട്ടില്ല. കാരണം എന്നെ ആരും ഇന്നവരും സ്നേഹിച്ചിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും എന്നോട് അങ്ങനെയായിരിക്കും. അങ്ങനെയാണ് മാണിയുടെ മനസ്സ് മുഴുവൻ കിടക്കുന്നത്. അപ്പൊ അച്ഛൻ പറയുന്നത് ഈ സൂപ്രണ്ട് മാണിക്ക് കൂടുതൽ ജോലി കൊടുത്തതിന്റെ കാരണം മാണിയിലെ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ചെയ്യുന്നതെന്നാണ്. തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കണം. പക്ഷെ മാണി നേരെ തിരിച്ചാണ് കാണുന്നത്. എന്നെ ഇയാള് ജോലി തന്ന് കഷ്ടപ്പെടുത്തി കൊല്ലുക പുള്ളിക്കാരൻ ചിന്തിക്കുന്നത്. അപ്പോൾ മാണിക്ക്
12 വയസ്സ് വരെയുള്ള മാണിയുടെ ജീവിതത്തിൽ ശരിയായൊരു കാഴ്ചപ്പാട് മാണിക്ക് ലഭിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ 12 വയസ്സിന് മുൻപ് മാണിക്ക് താൻ ആരാണെന്നുള്ള ഒരു സ്വയാവബോധം ഉണ്ടാകേണ്ടതായിരുന്നു. താൻ ഗുണഗണങ്ങളുള്ളവനാണ്. അത് മാതാപിതാക്കന്മാരിലൂടെ ലഭിക്കുന്ന ഒരു കാര്യമാണ്. അത് ലഭിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു മേഖലയാണ് ആദ്യമേ മാണിക്ക് സൗഖ്യം കിട്ടേണ്ടതായ ഒരു ഏരിയ. അപ്പൊ അതിന് സൗഖ്യം കിട്ടാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗം എഫേസുസുകാർക്ക് എഴുതിയ ലേഖനത്തില് 3-ാം അധ്യായത്തില് 14 മുതലുള്ള തിരുവചനങ്ങളില് നമ്മൾ കാണുന്നുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരനായ പിതാവിന്റെ മുമ്പിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുവാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശുദ്ധന്മാരോടുമൊത്ത് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കുവാനും അതുവഴി ദൈവത്തിന്റെ സ്നേഹത്തിൽ നിങ്ങൾ പൂരിതരാകുവാനും ഇടയാകട്ടെ. ഈ തിരുവചനം പൗലോസ്ലീഹായുടെ ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയാണ് മാണിക്ക് വേണ്ടി എനിക്ക് നിർദ്ദേശിക്കുവാനുള്ളത്. അപ്പോൾ മാണി വിശ്വാസത്തോടെ ബൈബിള് തുറന്ന് ഈ പ്രാർത്ഥന എഫേസുസ് 3:14 മുതലുള്ള 20 വരെയുള്ള വാക്യങ്ങൾ ഒരു പ്രാർത്ഥന മനസ്സോടുകൂടി വായിക്കുക, അല്ലെങ്കിൽ ചൊല്ലുക. അതിനുശേഷം സ്വർഗസ്ഥനായ പിതാവ് തനിക്ക് നഷ്ടപ്പെട്ടു പോയ ആ സ്നേഹം മുഴുവനും അതിന്റെ പൂർണ്ണതയിൽ നൽകുവാനായി ഇതാ തന്റെ മുമ്പിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി പിതാവിന്റെ സ്നേഹം നമുക്ക് സമീപസ്ഥമാക്കുന്ന യേശുക്രിസ്തുവിന്റെ ആ സ്നേഹം ഉള്ളിലേക്ക് സ്വീകരിച്ച് പിതാവായ ദൈവത്തിന് നന്ദി പറയുക. ഈ അച്ഛൻ വായിച്ച ഈ വചനഭാഗത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, എല്ലാ പിതൃത്വങ്ങൾക്കും കാരണഭൂതനായ പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ മുട്ടുകൾ മടക്കും. അതെ. അപ്പോ എന്റെ അപ്പനായാലും ആ അപ്പൻ നൽകുന്ന സ്നേഹം പോലും പിതാവായ ദൈവം എന്റെ അപ്പനിലൂടെ നൽകുന്നതാണെന്ന്. അതെ. അപ്പൊ അതുകൊണ്ട് ആ എല്ലാ പിതൃത്വങ്ങൾക്കും കാരണഭൂതനായ പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ മുട്ടുകൾ മടക്കുമ്പോ എന്റെ അപ്പനിലൂടെ ദൈവം നൽകാൻ ആഗ്രഹിച്ച സ്നേഹം ദൈവത്തിന്റെ ആത്മാവിലൂടെ എനിക്ക് തരും എന്നാണ് അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാതാപിതാക്കന്മാരുടെ സ്നേഹത്തിന്റെ ആ കുറവ് മാത്രമല്ല, അതിന്റെ സമ്പന്നത കൊണ്ട് ദൈവം മാണിയെ നിറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ മാണി ഇപ്പോ മരിച്ചുപോയ മാതാപിതാക്കളുണ്ടല്ലോ, അവരുമായിട്ട് ഇപ്പൊ അവരെ കുറിച്ചുള്ള തെറ്റായ ഒരു ധാരണയാണ് മാണിയുടെ അവരെ കുറിച്ച് തെറ്റായ ധാരണയുണ്ട്. അത് അവരുമായിട്ടുള്ള വെറുപ്പിൽ നിൽക്കുകയാണ്. അപ്പൊ ഈ പ്രാർത്ഥന ചൊല്ലി ദൈവത്തിൽ നിന്ന് സ്നേഹം സ്വീകരിക്കുമ്പോൾ മാണിക്ക് ഇങ്ങനെയാണ് അനുഭവപ്പെടുക. എന്റെ അപ്പനും അമ്മയിൽ നിന്നും എനിക്ക് വേണ്ട സ്നേഹം കിട്ടിയില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ അവര് വേണ്ട വിധത്തിൽ എനിക്ക് സ്നേഹം പകരാൻ സാധിക്കാതെ പോയത് എനിക്ക് എന്റെ ദൈവപിതാവിൽ നിന്ന് സ്നേഹം സ്വീകരിക്കുവാനുള്ള ഒരു വലിയ ഭാഗ്യമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് സ്നേഹത്തിന്റെ ഒരു വലിയ ഒരു സമുദ്രം തന്നെ എനിക്ക് സ്വീകരിക്കുവാനുള്ള ഒരവകാശം ഇവരുടെ കുറവിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഈ മാണിയുടെ കത്തിലൂടെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, മാണിയെ അനേകം പേർ ചതിക്കാൻ ശ്രമിച്ചുവെങ്കിലും ദൈവം അമ്മയുടെ ചേച്ചിയെ ഒരുക്കി നിർത്തി. അതെ. ഇവന് ഡിഗ്രി പാസ്സാവാനും PSC ടെസ്റ്റ് എഴുതാനും ഒരു സർക്കാർ ജോലി ലഭിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ ഒരു കുറവിനപ്പുറത്ത് ദൈവം വലിയൊരു നിറവ് നൽകി ആ മാതാപിതാക്കളുടെ കുറവ് നികത്തിയിട്ടുണ്ടെന്നാണ് കത്തിൽ തന്നെ കാണുന്നത്. അപ്പൊ ഇത് നമ്മള് ഈ മനസ്സിൽ കിടക്കുന്ന ഈ മുറിവ് പ്രാർത്ഥനയിലൂടെ സൗഖ്യം പ്രാപിക്കണം. അങ്ങനെ സൗഖ്യം പ്രാപിച്ചു കഴിയുമ്പോൾ
മാതാപിതാക്കന്മാരിലേക്ക് നോക്കിയിട്ട് മാണിക്ക് പറയാൻ കഴിയണം, അല്ലെങ്കിൽ പറയണം, അപ്പച്ച അമ്മച്ചി നിങ്ങളുടെ സാഹചര്യം എന്താണ് എന്ന് എനിക്കറിയാൻ പാടില്ല, ഞാൻ നിങ്ങളെ വിധിക്കുന്നില്ല, ഇതുവരെ ഞാൻ അങ്ങനെ വിധിച്ചിരുന്നു, ഞാനതിന് മാപ്പ് ചോദിക്കുന്നു. എന്നാൽ ഇപ്പോൾ എനിക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. എനിക്ക് സ്നേഹം തന്നില്ല എന്നോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ തരാൻ സാധിക്കാതെ പോയ സ്നേഹം മുഴുവനും എന്റെ സ്വർഗസ്ഥനായ പിതാവ് ഈശോയിലൂടെ ഇതാ എന്നിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്നെ ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് മാതാപിതാക്കന്മാരുമായിട്ടുള്ള ഒരു രമ്യതയിലേക്ക് ഈ മാണി കടന്നുവരുന്നത് വഴി മാതാപിതാക്കന്മാരെക്കുറിച്ച് എന്തെല്ലാം വിധത്തിലുള്ള നിഷേധാത്മകമായ കാഴ്ചപ്പാടുകൾ മാണിയുടെ ഉള്ളിലുണ്ടെങ്കിലും അത് മുഴുവനും നീങ്ങി മാണിയുടെ മനസ്സ് നല്ല ഒരു മനസ്സായിത്തീരും. പിന്നെ മാണി മനസ്സിലാക്കണം, ഈ മാണിയുടെ അധികാരികളോ മറ്റാരെങ്കിലോ മാണിയോട് സംസാരിക്കുമ്പോൾ മാണിക്ക് എന്തെങ്കിലും ഒരല്പം അവര് ഇച്ചിരി നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന പോലെയൊക്കെ അവരുടെ സംസാരത്തിൽ മാണിക്ക് തോന്നുന്നുവെങ്കിൽ അത് അധികാരി സംസാരിക്കുമ്പോൾ മാത്രമല്ല, മാണിയുടെ ജീവിതത്തിൽ ഇടപെട്ടുള്ള പല ആളുകളും പ്രവർത്തനവും സംസാരവും ഒക്കെ തനിക്കെതിരാണെന്ന് എന്ന് തോന്നുന്ന ഒരു മനസ്സിന്റെ ഉടമയാണ് മാണി. അപ്പൊ അതുകൊണ്ട് അത് അവരുടെ സംസാരത്തിലോ അവരുടെ സ്വഭാവത്തിലോ അല്ല ഈ വേദനയുടെ ഉറവിടം കിടക്കുന്നത്. ഇത് നേരത്തെ തന്നെ മാണിയുടെ ഉള്ളിൽ കിടന്ന ഒരു മുറിവിന്റെ ഭാഗമാണ്. നമ്മുടെ കയ്യിൽ മുറിവുണ്ടെങ്കിൽ ആരും സ്നേഹത്തോടെ ഷെയ്ക്ക് ഹാൻഡ് തന്നാലും നമ്മുടെ കൈ വേദനയെടുക്കും. അതുകൊണ്ട് അവരൊക്കെ പറയുന്ന എല്ലാ വാക്കുകളും മാണിക്ക് വേദനയായിട്ടാണ് തീരുന്നത്. ഇത് എന്നോടുള്ള അവഗണനയല്ലേ എന്ന് മാണിക്ക് തോന്നുകയാണ്. ഇത് എന്നെക്കുറിച്ചല്ലേ പറഞ്ഞത്, എന്നോട് ഇഷ്ടമില്ല എന്നതിന്റെ തെളിവല്ലേ, ഇങ്ങനെയൊക്കെയാണ് മാണി അതിനെ വ്യാഖ്യാനിക്കുന്നത്. തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞ ഉദാഹരണം ഉണ്ടല്ലോ, നമ്മുടെ കൈ മുറിഞ്ഞിരിക്കുമ്പോൾ വേറൊരാൾ നമുക്ക് ഷെയ്ക്കിന്റെ സ്നേഹത്തോടെ തന്നാലും നമുക്കത് സ്നേഹമായിട്ടല്ല അനുഭവപ്പെടുക, വേദനയായിട്ടല്ല അനുഭവപ്പെടുക. അതേ സാഹചര്യത്തില് ആണ് മാണി നിൽക്കുന്നത് എന്നാണ് അച്ഛൻ പറയുന്നത്. ആന്തരിക സൗഖ്യം പ്രാപിച്ച് മാതാപിതാക്കന്മാരുമായി രമ്യപ്പെട്ട് അതിനുശേഷം ഫ്രാൻസിസ് സാർ പറഞ്ഞതുപോലെ ദൈവം ഇത്രയും ഒരു അനാഥ അവസ്ഥയിലെത്തിയ മാണിയെ ഇന്ന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാക്കി ഉയർത്തിയത്, അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനാക്കി ഉയർത്തിയ ദൈവത്തിന്റെ അത്ഭുതകരമായ സ്നേഹനിർഭരമായ കരങ്ങൾ എന്ന് പറഞ്ഞാൽ, അപ്പനും അമ്മയും മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ സഹോദരി കൊണ്ടുപോയി വേണ്ടത്ര സ്നേഹം കൊടുത്ത് വളർത്തുന്നു, വിദ്യാഭ്യാസം നൽകുന്നു, അത് ഒരു ജോലി കിട്ടുന്ന അവസ്ഥ വരെ കൊണ്ടുവന്ന് മാണി എത്തിക്കുന്നു. ഇതൊന്നും മാണി എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്റെ ദൈവത്തിന് എന്നെ ആവശ്യമുണ്ട്, ഞാൻ എന്റെ ദൈവത്തിന് പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ദൈവം മാണിയെ വളരെയധികം വിലമതിക്കുകയും ഇത്തരം ജീവിത പ്രശ്നങ്ങളിൽ പെട്ട് മാണി നശിച്ചു പോകാൻ ഞാൻ അനുവദിക്കുകയില്ല, നീ എന്റെ പൈതലാണ്, എനിക്ക് നിന്നെ ആവശ്യമുണ്ട് എന്ന് മാണിയോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ ഈ സ്വരം മാണി കേൾക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ചെറുപ്പകാലത്ത് തനിക്കുണ്ടായ ആ വിലയിടിവിന്റെ നൊമ്പരം മുഴുവനും അങ്ങനെ സുഖപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ദൈവം മാണിയോട് കാണിച്ച മഹാകാരുണ്യത്തിന് നന്ദിയും സ്തോത്രവും പറഞ്ഞ് ആനന്ദിക്കുമ്പോൾ ആ ദുഃഖവും നിഷേധാത്മകമായ വികാരങ്ങളും എല്ലാം മാണിയുടെ ഉള്ളിൽ മാറി പക്വതയുള്ള ഒരു വ്യക്തിയായി മാണി മാറുന്നതായിരിക്കും. സ്നേഹമുള്ളവരെ, മാണി എന്ന ഒരു സർക്കാർ ജോലിക്കാരന്റെ ജോലിസ്ഥലത്തെ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാനാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത്. പക്ഷേ ആ കൊച്ചുകുട്ടിക്കാലത്തെ അനുഭവത്തെ വിശകലനം ചെയ്തുകൊണ്ട് അച്ഛൻ പറയുന്നത്, മാണി 12 വയസ്സിന് മുൻപ് തന്നെ അനുഭവിച്ച ഒരു അവഗണനയുടെ വേദനയുണ്ട്, ഒരു വിലയില്ലായ്മയുടെ അനുഭവമുണ്ട്, എന്നെ ആർക്കും വേണ്ട എന്ന ഒരു മുറിവ് ആന്തരികമായി മാണിയിൽ കിടപ്പുണ്ട്. ആ മുറിവ് കിടക്കുന്നിടത്തോളം കാലം മറ്റുള്ളവർ സ്നേഹത്തോടെ പെരുമാറിയാൽ പോലും മാണിക്ക് അത് അവഗണനയായി അനുഭവപ്പെടും. അതുകൊണ്ട് മാണി ആദ്യമേ ചെയ്യേണ്ടത് മാതാപിതാക്കളുമായുള്ള
ആ മുറിവിനെ സൗഖ്യമാക്കത്തക്ക വിധത്തിൽ പിതാവായ ദൈവത്തിനെ സമീപിക്കുക എന്നതാണ്. അച്ഛൻ വളരെ ഉചിതമായൊരു വചനമാണ് മാണിക്ക് സന്ദേശമായി നൽകിയത്. എല്ലാ പിതൃത്വങ്ങൾക്കും കാരണഭൂതനായ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാൻ മുട്ടുമടക്കുന്നു. അപ്പൊ സ്വന്തം മാതാവിന്റെയും പിതാവിന്റെയും മാതൃത്വവും പിതൃത്വവും പോലും പിതാവായ ദൈവത്തിൽ നിന്നാണ് രൂപം കൊണ്ടുവരുന്നത്. അതുകൊണ്ട് മാണിക്ക് സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കാത്ത സ്നേഹം പിതാവായ ദൈവം വാരിക്കോരി നൽകുന്നു. അതാണ് അച്ഛൻ മാണിക്ക് നൽകുന്ന നിർദ്ദേശം. അതുകൊണ്ട് മാതാപിതാക്കളോടുള്ള വെറുപ്പ് മാണി ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അതിന് ക്ഷമ കൊടുക്കുകയും ആ മാതാപിതാക്കൾ നൽകുന്നതിനേക്കാൾ ഉപരിയായി പിതാവായ ദൈവം നൽകിയ സ്നേഹത്തിന് നന്ദി പറയുകയും വേണം. അതാണ് അച്ഛൻ പറഞ്ഞത്. അതായത് മാണി ഒരു അനാഥനാക്കപ്പെട്ടെങ്കിലും പല അനാഥന്മാരും നശിച്ചു പോകുന്നു. അതിന്റെ കാരണം ദൈവം നൽകുന്ന ആ പരിരക്ഷ അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. എന്നാൽ മാണിക്ക് അതിന് കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് മാണി ആ ദൈവം നൽകിയ പരിരക്ഷയെ ഓർത്ത് നന്ദി പറയുമ്പോൾ ആ ആന്തരികമായ മുറിവ് സൗഖ്യപ്പെടുകയും മറ്റുള്ളവർ തന്നെ അവഗണിക്കുന്നു എന്ന തോന്നലിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. അച്ഛാ, അനാഥർ അനേകമാണ്. മാതാപിതാക്കളുടെ സ്നേഹം ലഭിക്കാത്തവർ അനേകമാണ്. പക്ഷെ അവർ തിരിച്ചറിയുന്നില്ല മാതാപിതാക്കളിലൂടെ ലഭിക്കുന്ന സ്നേഹം സ്വർഗസ്ഥനായ പിതാവിന്റേതാണെന്ന്. അതുകൊണ്ട് ആ പിതാവായ ദൈവത്തിൽ നിന്ന് മാതാപിതാക്കളുമായുള്ള ആ ബന്ധത്തിലൂടെ ലഭിക്കേണ്ട സ്നേഹം ലഭിക്കാൻ വേണ്ടി നമുക്ക് മാണിക്ക് വേണ്ടിയും സമാന ദുഃഖം അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഈ മെയിൽ കത്തിലൂടെ തന്റെ വേദന അറിയിച്ച മാണി എന്ന സഹോദരനെ നമുക്ക് ഈശോയുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. സ്നേഹമുള്ള ഈശോയെ, ഈ മകന്റെ കാര്യത്തിൽ അങ്ങ് എന്തുമാത്രം ശ്രദ്ധാലുവായിരുന്നു എന്ന് ഞങ്ങളിതാ മനസ്സിലാക്കുന്നു. മാതാപിതാക്കന്മാരിന്ന് വേണ്ടത്ര സ്നേഹം മാണിക്ക് സ്വീകരിക്കാൻ സാധിക്കാതെ വന്ന അവസരത്തിൽ മാതാപിതാക്കന്മാരെ പിൻവലിച്ചുകൊണ്ട് അങ്ങ് തന്നെ ഈ കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുത്ത് മാതാപിതാക്കന്മാരുടെ സ്നേഹത്തിന്റെ കുറവിനെ പൂർണ്ണമാക്കുന്ന അങ്ങയുടെ അത്ഭുതകരമായ പരിപാലന മാണി എന്ന ഈ സഹോദരന് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. തന്റെ ജീവിതം എത്രമാത്രം ബലപ്പെട്ടതായി ദൈവം കരുതുന്നു എന്ന് നിരന്തരം പല സംഭവങ്ങളിലൂടെയും ദൈവം ആ മകനെ ഓർമ്മിപ്പിച്ചു കൊടുത്തതിനെ ഓർത്ത് സ്തുതിക്കുന്നു. ദൈവനാഥ, ഇപ്പോൾ ഈ മകന്റെ ഉള്ളിൽ കിടക്കുന്ന അവഗണനയുടെയും തനിക്ക് വിലയില്ല എന്ന ചിന്തയുടെയും എല്ലാ മുറിവുകളെയും ഉണക്കുവാൻ അവിടുന്ന് തിരുമനസ്സാകുന്നതിനെ ഓർത്തും സ്തുതിക്കുന്നു. എഫെസൂസുകാരുടെ ലേഖനത്തിലെ 3-ാം അധ്യായത്തിലെ 14 മുതൽ 20 വരെയുള്ള ഈ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാത്മാവായ ദൈവമേ, മാണിയുടെ ജീവിതത്തിൽ ഇടപെടണമേ. മാണിയുടെ ജീവിതത്തിൽ മാത്രമല്ല, മാണിയെപ്പോലെ വേദന അനുഭവിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഇടപെടണമേ. ഞാൻ തന്നെ അനാഥനായി വിടുകയില്ല എന്ന അവിടുത്തെ മഹത്തായ വാഗ്ദാനം ഇത്തരം വേദനയിലൂടെ കടന്നുപോകുന്ന ഓരോ മകനിലും മുഴങ്ങിക്കേൾക്കുവാൻ ഇടയാകട്ടെ. കർത്താവായ ക്രിസ്തുവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്നേഹപൂർവ്വം പനക്കലച്ചൻ എന്ന ഈ പരിപാടി ശ്രവിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്ത എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി. ഈ പരിപാടി ശ്രദ്ധാപൂർവം വീക്ഷിച്ച ഇതിൽ പങ്കെടുത്ത പലരും തങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ കഴിഞ്ഞുവെന്ന് ഞങ്ങളെ എഴുതി അറിയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾ പനക്കലച്ചനുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളെ ഇമെയിൽ വഴി അറിയിക്കുക. panakalachan@gmail.com എന്നതാണ് ഇമെയിൽ അഡ്രസ്. കൂടാതെ നിങ്ങൾക്ക് പനക്കലച്ചനുമായി നേരിട്ട് സംസാരിക്കണമെങ്കിൽ ഞങ്ങളുമായി സമീപിക്കുക. അല്ലെങ്കിൽ കത്ത് മുഖേന നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കുക. അടുത്ത എപ്പിസോഡ് വരുന്നതുവരെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കാത്തിരിക്കാം.
പ്രൈസ് ദി ലോർഡ്.